ഹായ് ഹലോ നമസ്കാരം. ആനപ്രേമികളാരും മറന്നു തുടങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ആനയുടെ കാഴ്ചയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂടയിൽ ഹരികൃഷ്ണൻ. ഹരിപ്പാടിൻ്റെ വിരിമാറിലൂടെ ഓടിക്കളിക്കേണ്ട മൂടയിൽ കണ്ണൻ്റെ സ്വന്തം ഹരികൃഷ്ണൻ ഇന്ന് മൂടയിൽ ഹരികൃഷ്ണനല്ല, മറിച്ച് കോട്ടൂർ ഹരികൃഷ്ണനാണ്. ഒരുപാട് സംഭവ ബഹുലമാണ് മൂടയിൽ ഹരികൃഷ്ണന്റെ കഥ. ഹരിപ്പാടിനടുത്തുള്ള മൂടയിൽ ക്ഷേത്രത്തിലെ സൂക്ഷിപ്പുകാരൻ ആനയെ തിരുവനന്തപുരത്തുള്ള വ്യക്തിക്ക് കൈമാറിയതിനെ തുടർന്ന് വനം വകുപ്പ് ആനയെ പിടിച്ചെടുത്ത് കോട്ടൂരിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അവൻ കോട്ടൂർ ഹരികൃഷ്ണനാകുന്നത്. അന്ന് ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടിക്കുറുമ്പനായിരുന്നു ഹരികൃഷ്ണൻ. വനം വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ച് ആനയെ കൈമാറ്റം ചെയ്ത സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും ആനയെ കൈമാറ്റം ചെയ്ത വ്യക്തിക്കുമെതിരെ അന്ന് വനംവകുപ്പ് കേസെടുത്തിരുന്നു. ഇന്ന് കാഴ്ചയിൽ ഒരു മോഴയാനയായി തോന്നുമെങ്കിലും ഹരിപ്പാട് മൂടയിൽ ക്ഷേത്രത്തിൽ ഭക്തർ നടക്കുവെച്ച ഒന്നാം തരം കുട്ടിക്കൊമ്പനായിരുന്നു മൂടയിൽ ഹരികൃഷ്ണൻ. അവൻ്റെ ജീവിത വഴിയിൽ 2 കൊമ്പുകളും നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോൾ സുഖമായി അവൻ കോട്ടൂരിലെ ആന സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്നു. കേസുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അന്ന് ആനപ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ 30 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരം സ്വദേശിയായ വിശ്വാസ് എന്ന ആൾക്ക് ആനയെ വിറ്റു എന്നായിരുന്നു കേസ്. 1970 വനം വന്യജീവി നിയമപ്രകാരം നാട്ടാന പരിപാലന ചട്ടങ്ങളും അനുസരിച്ച് മുഖ്യ വനപരിപാലകൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദം ഉണ്ടെങ്കിലേ ആനയെ വിൽക്കുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുകയോ ചെയ്യാൻ പാടുള്ളൂ. ഭക്തജനങ്ങൾ പിരിവെടുത്ത് വാങ്ങി നടക്കി വെച്ച ഹരികൃഷ്ണൻ എന്ന ആനയെ പരിപാലിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ആരുമറിയാതെ അനധികൃതമായി ആനയെ തിരുവനന്തപുരത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത്. എന്തുതന്നെയായാലും ഇന്നിവൻ പൂർണ്ണ ആരോഗ്യവാനാണ്. കോട്ടൂരിലെ ആന പരിപാലന കേന്ദ്രത്തിൽ മറ്റ് കുട്ടിയാനകളോടൊപ്പം അവനും സുഖമായി കഴിയുന്നു.
പിച്ച വെച്ച് തുടങ്ങുന്ന കുട്ടിയാനകൾ മുതൽ ഗജമുത്തശ്ശനായ കോട്ടൂർ സോമൻ വരെയുള്ള കോട്ടൂരിലെ ആന പരിപാലന കേന്ദ്രം. ആന പരിപാലന കേന്ദ്രത്തിലെ കാഴ്ചകൾ കാണുന്നതിനും ആനകളെ അടുത്ത് അറിയുന്നതിനും സന്ദർശകർക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരിടമാണ് കോട്ടൂർ. കണ്ണിനും മനസ്സിനും ഇമ്പമേകുന്ന ഒട്ടേറെ കാഴ്ചകൾ കോട്ടൂർ നമുക്ക് സമ്മാനിക്കും. ഒപ്പം ആനപ്രേമികൾ മറന്നു തുടങ്ങിയിട്ടില്ലാത്ത കോട്ടൂർ ഹരികൃഷ്ണനെയും നേരിൽ കാണാം. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.